എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു പപ്പടം ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 6 പപ്പടമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഇത് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷമാണ് വറുത്തെടുക്കുന്നത്. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 6 ഉണക്കമുളകും, ഒരു തണ്ട് കറിവേപ്പിലയും, 6-7 ചെറിയ ഉള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, വളരെ ചെറിയൊരു കഷ്ണം പുളിയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. 8 ടേബിൾ സ്പൂൺ നിറയെ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കടായിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മളിത് വറുത്തെടുക്കുന്നത് കൊണ്ട് വളരെ കുറച്ച് എണ്ണ മതിയാകും. പപ്പടം മുഴുവനായിട്ട് നമ്മൾ വറുത്തെടുക്കുമ്പോൾ നിറയെ എണ്ണ ഒഴിച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ എണ്ണയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പപ്പടം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തത്. ഇവിടെ 2 ബാച്ചായിട്ടാണ് ഞാൻ പപ്പടം വറുത്തെടുക്കുന്നത്. 6 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇതിനു മുമ്പ് ഞാനൊരു പപ്പടം മെഴുക്കുവരട്ടിയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കൂടി ഒന്ന് കാണാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് പപ്പടം ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ കുറച്ച് എണ്ണ മാത്രം നമുക്ക് മതിയാകും. അതുപോലെ പപ്പടം വറുത്ത ശേഷം നമുക്ക് എണ്ണയൊന്നും വേസ്റ്റ് ആകുകയില്ല. ഇതിപ്പോൾ എല്ലാ പപ്പടവും നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 ഉണക്കമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ 6 ഉണക്കമുളക് ചേർക്കുമ്പോൾ ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 8 മുളക് വരെ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഒരു 6-7 ചെറിയ ഉള്ളി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന ഉടനെ തന്നെ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടി ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാനിപ്പോൾ ചേർത്തത്. ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. ഇതൊന്നും കരിഞ്ഞു പോകരുത്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളിയാണിപ്പോൾ ചേർത്തത്. പുളിയുടെ അളവ് കൂടണ്ട, ഇത്രയും തന്നെ മതിയാകും. ഇതിപ്പോൾ എല്ലാം പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ വറുത്തെടുത്ത് വെച്ച എല്ലാ ചേരുവകളും ഒന്ന് തണുത്ത ശേഷമാണ് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് ഞാൻ മാറ്റുന്നത്. അപ്പോൾ ഉണക്കമുളകിൻ്റെ ഞെട്ടൊക്കെ മാറ്റിയ ശേഷമാണ് ഇപ്പോൾ ഈ ജാറിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പപ്പടവും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ഒഴികെയുള്ള എല്ലാ ചേരുവകളും ഞാനിതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ഫൈനായിട്ട് അരയ്ക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന തേങ്ങ കൂടി ചേർക്കാം. 8 ടേബിൾ സ്പൂൺ നിറയെ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതൊന്ന് ചമ്മന്തിയുടെ പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. പപ്പടം ആയതുകൊണ്ട് ഇതൊന്ന് അരച്ചെടുത്ത ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇപ്പോൾ ഞാനൊരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പടം ചമ്മന്തി ഇവിടെ റെഡിയാകും. അപ്പോൾ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണിത്. എല്ലാവർക്കും ഈ ഒരു നാടൻ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്താൽ വളരെ നന്നായിരുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്